പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ +1 അക്കൗണ്ടിങ്ങിലെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ചർച്ച തുടരുകയാണ്. അതിൽ നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 2-3 കൺസെപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് ഓർ ഡ്യുവാലിറ്റി കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്നിവയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നും വിശദമായി ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് ഓർ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറയാം. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്റ്റ്, വൺ റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് വൺ ഗിവിങ് ആസ്പെക്റ്റ്. ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം 2 ആസ്പെക്റ്റുകളുണ്ട് ഓരോ ട്രാൻസാക്ഷൻ എടുത്തു നോക്കുമ്പോഴും. ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ, അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾസിലാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി റിസീവിങ് ആസ്പെക്റ്റ്, ഗിവിങ് ആസ്പെക്റ്റ് എന്നതുപോലെ തന്നെ ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന രീതിയിൽ നമ്മൾ പോകുന്നു. ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ റിക്വയേഴ്സ് ദാറ്റ് the revenue for a business transaction should be included in the accounting records only when it is realized. അപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും എമൗണ്ട് കിട്ടാനുണ്ട്, റവന്യൂ ഉണ്ടെങ്കിൽ, വരുമാനം, അത് കിട്ടിയതിന് ശേഷം മാത്രമാണ്, റിയലൈസ് ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ, അതായത് റവന്യൂ ആക്ച്വലി നടന്നതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലാതെ റവന്യൂ ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ റവന്യൂ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ്. റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ് അറൈസസ് ഓർ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഇൻ മണി. ഇപ്പോൾ നമുക്ക് ആ പണം, നിയമപരമായി ആ പണം ഒരാളിൽ നിന്ന് കിട്ടാനുള്ള അവകാശം വരുമ്പോഴോ ആക്ച്വലി കിട്ടിക്കഴിയുമ്പോഴോ ആണ് നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ക്രെഡിറ്റ് സെയിൽസ് ആർ ട്രീറ്റഡ് ആസ് റവന്യൂ. അതായത് ഇതിൻ്റെ അർത്ഥത്തിൽ നമ്മളൊരു വിൽപ്പന നടത്തി, കടമായിട്ടാണ് ഒരാൾക്ക് വിൽപ്പന നടത്തിയത്. അന്നേരം ഉടനെ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല എങ്കിലും കടമായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നിയമപരമായി ആ കടം അയാളിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു അവകാശം വന്നു. അപ്പോൾ അവിടെ റവന്യൂ റിയലൈസ് ചെയ്തതായി കണക്കാക്കുന്നു. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതേപോലെ തന്നെ നേരത്തെ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോഴും അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഇൻ ദി പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയർ. നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തേക്ക്, അതായത് അടുത്ത വർഷത്തേക്ക് വേണ്ട വരുമാനം നമ്മൾ ഇപ്പോഴേ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ വർഷത്തെ വരുമാനത്തിലല്ല, അത് അടുത്ത വർഷത്തെ വരുമാനത്തിലാണ് നമ്മൾ അത് ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പോകും. അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ ഈസ് അസ്യൂംഡ് ടു ബി റിയലൈസ്ഡ് വെൻ എ ലീഗൽ റൈറ്റ് ടു റിസീവ് ഇറ്റ്. നിയമപരമായി അത് കിട്ടാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് എങ്കിൽ അത് റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കണക്കാക്കുന്നു. അതാണ് കടമായിട്ട് വിൽപ്പന നടത്തുന്ന സമയത്ത് റവന്യൂ റിയലൈസ് ചെയ്തതായി കണക്കാക്കുന്നു. കാരണം നമുക്ക് ആ പണം അയാളിൽ നിന്ന് ഈടാക്കാവുന്നതാണ്. അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ്. These principles state that expenses incurred in an accounting period should be matched with the revenues during that particular period in order to ascertain the profit or loss. ഇവിടെ പറയുന്നത്
ഓരോ വർഷത്തെയും ചെലവുകൾ എക്സ്പെൻസസും അതേപോലെ തന്നെ ആ വർഷത്തെ വരുമാനങ്ങളും ഒരേ സമയം കൊണ്ടുപോകേണ്ടതാണ്, റെക്കോർഡ് ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. It is because of this principle the adjustment are made for outstanding expenses incurred, accrued income, prepaid expenses. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു അടിസ്ഥാനം കൂടി, അതായത് അത്തരം ഒരു റെക്കോർഡിംഗ് വരുന്നതിൻ്റെ വേറൊരു വശം കൂടിയാണ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകം കൂടിയാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ വർഷം നമ്മൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ വർഷത്തെ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ, വിൽപ്പന നടത്തുമ്പോൾ നമുക്കറിയാം റവന്യൂ ഉണ്ടാകുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ ആ വർഷത്തെ അക്കൗണ്ടിങ്ങിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അതാണ് പറയുന്നത്. ദീസ് പ്രിൻസിപ്പിൾ, അതായത് മാച്ചിങ് കൺസെപ്റ്റ് states that expenses incurred in an accounting period should be matched with the revenue during that period to ascertain the profit or loss. ഒരു വർഷത്തെ ലാഭം നഷ്ടവും കണക്കാക്കണമെങ്കിൽ ഒരു വർഷത്തെ വരവ് അതേ വർഷത്തെ ചെലവുകളുമായി തട്ടിക്കിഴിച്ചതിന് ശേഷമാണ് ലാഭനഷ്ടങ്ങൾ കണക്കാക്കേണ്ടത് എന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായി ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾസ് ഡിമാൻഡ് ദാറ്റ് accounting statement should disclose all in material facts for the benefit of the users. നമുക്ക് പഠിച്ചു, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഒരുപാട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഇൻറ്റേർണൽ യൂസേഴ്സുമായി ഈ അക്കൗണ്ടിങ് ഡാറ്റ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം ഇത് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമായ അത്ര വിവരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടണം, റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് irrelevant information should be disclosed, but important information should be fully shown in the report. അതായത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് റെലവൻ്റ് അല്ലാത്ത ഇൻഫർമേഷനൊക്കെ കുത്തിക്കൊള്ളിക്കണം എന്ന് പറയുന്നില്ല. എന്നാലും അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇൻഫർമേഷനും അക്കൗണ്ടിങ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. ബാക്കി ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് എന്നിങ്ങനെ 4 കൺസെപ്റ്റുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനിയും കുറച്ചും കൂടി കൺസെപ്റ്റുകൾ ചർച്ച ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ.